ഹലോ ഗായ്സ്, കഴിഞ്ഞ പ്രാവശ്യം എക്സൈസർ വന്നവർ എന്നോട് പറഞ്ഞെന്താണ്, ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂട് പറവച്ച മോനെ എന്റെ കൈമൊന്നൊരു സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയതാണ് കേസ് വേറെ വകുപ്പിൽ കുഞ്ഞ് ജയിലിൽ പോകുന്നവരെ കിടക്കേണ്ടി വരുന്നത്. ലോക്കപ്പ് റൂമിൽ കയറ്റി കുടിച്ചേർത്തുള്ള കുത്തിന്റെ കാര്യമല്ലേ അത് പോലീസുകാരുടെ റോള്, നമ്മളെ റോള്. ഞാൻ സാറോട് പറഞ്ഞ കാര്യം. ഇതിലും വലിയ പീഡനങ്ങൾ നേരിടാൻ തയ്യാറാണ് ഷമീറെ ഈ ഹൈറേഞ്ച് ഹക്കീം. ഇത് ഞാൻ 5 പൈസ കൊടുത്ത് വാങ്ങിയത്, അതായത് ഒരു റുപ്യ നിങ്ങളോട് ഞാൻ ചോദിച്ചില്ല. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. ഞാൻ എന്റെ പണിക്ക് പോയിട്ട് വേർത്തൊലിച്ചിട്ട് അധ്വാനിച്ച് വാങ്ങിയ സാധനം. ചെയ്യുന്നത് കള്ളപ്പണിയാണെങ്കിലും അതൊരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. അത് എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. പിന്നെന്താണ്, എന്റെ ശരീരമാണ് ഇതിൽ വടക്കുന്നത്. അതിൽ ദോഷം എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് എന്താണ് ഒക്കെയാണെങ്കിൽ സഹിച്ചോളൂ. എന്റെ ശരീരം, എന്റെ സ്വാതന്ത്ര്യം. അതിൽ നിങ്ങളങ്ങനെ തുള്ളിക്കളിച്ചിട്ട് കാര്യമില്ല. വിട്ടോന്ന് പറഞ്ഞു ഓരങ്ങ് പോവുകയും ചെയ്തിരിക്കും. ഭയങ്കരം തന്നെ. പിന്നെ അല്ല റബ്ബറ് വെച്ചമാരെ നിന്നെ എന്നിങ്ങനെ ജീവനോട് കണ്ടാ മതി. എന്ത് ഉള്ളി വെച്ച് സംസാരിക്കണ അവനോട് പറഞ്ഞേക്ക് ഈ SI ജിമ്മി മൈക്കിൾ ആരാണെന്ന് ഞാൻ അറിയിച്ചിരിക്കും. ഗായ്സ്, ബുദ്ധനാണ്. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, ഒരു ഡ്രഗ്സിന്റെ MDMA. പിന്നെ അത് ശരിക്കും MDMA എന്നല്ല, അതായത് കല്ലുപ്പായിരുന്നു. കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. പിന്നെ അത് നമ്മള് വീഡിയോ സോഷ്യലിന്റെ ഭാഗം ചെയ്ത തെറ്റെന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മൾ അത് ഒരു റീച്ചിന് വേണ്ടി ചെയ്താണ്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പക്ഷെ ഇത്ര റീച്ച് ആവുമെന്ന് വിചാരിച്ചില്ല. എന്താണ്, സാറന്മാരൊക്കെ വന്ന് നമ്മള് തെറ്റ് സമ്മതിച്ചു കൊടുക്കുകയാണ്. നമ്മളിതാ ചെയ്ത ഉപ്പ് സാറിന് അതിനെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സാറിന്, അതാ ഉപ്പാണ്, കല്ലുപ്പാണ്. പിന്നെ നമ്മളെന്താണ് ഇനി അങ്ങോട്ടേക്ക് എന്താണ് നല്ല പോസിറ്റീവ് വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. ഇനി നീ വലിയ വർത്തമാനം പറഞ്ഞ എന്റെ കാലെ പിടിച്ച പിച്ചലടിക്കും.